പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. അവതാളത്തിലായി ഗൾഫ് വിമാന സർവീസുകളും. നിരവധി വിമാന കമ്പനികൾ സർവീസുകൾ റദ്ദാക്കിയതോടെ യുഎഇയും കുവൈത്തും തമ്മിലുള്ള വിമാനയാത്ര തടസ്സപ്പെട്ടു. വിമാനയാത്ര പ്രതിസന്ധിയിലായതോടെ യാത്ര ദുരിതക്കയത്തിൽപ്പെട്ട പ്രവാസികളും. പശ്ചിമേഷ്യ ഒരേ സമയം സമാധാന ചർച്ചകളുടെയും കടുത്ത സൈനിക സംഘർഷങ്ങളുടെയും വേദിയായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് സമാധാനത്തിനായുള്ള നയതന്ത്ര നീക്കങ്ങൾ നടക്കുകയാണ്, മറുവശത്താകട്ടെ ഇറാന് നേരെ അമേരിക്ക ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പുതിയ ഏറ്റുമുട്ടൽ വെറും രണ്ട് രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നമായി മാത്രം ഇപ്പോൾ നിൽക്കുന്നില്ല. ആഗോള എണ്ണ വിപണി, അന്താരാഷ്ട്ര വ്യാപാരം, മേഖലകളുടെ സുരക്ഷ, ലോകരാഷ്ട്രീയത്തിന്റെ ശക്തി സമവാക്യങ്ങൾ എന്നിവയെല്ലാം ഈ സംഘർഷത്തിന്റെ ദിശയെ ആശ്രയിച്ചാണ് ഇപ്പോൾ കഴിയുന്നത്. ശരിക്കും പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ അവതാളത്തിലായിരിക്കുകയാണ് ഗൾഫ് വിമാന സർവീസുകളും. യുഎഇയിലുടനീളമുള്ള വിമാന സർവീസുകൾ സാധാരണ നിലയിലാണെങ്കിലും കുവൈറ്റ് പോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള നിരവധി സർവീസുകൾ ഇപ്പോഴും താറുമാറായി കിടക്കുകയാണ്. യുദ്ധം രൂക്ഷമാകുന്നത് ഗൾഫിലുടനീളമുള്ള യാത്രയെ ബാധിക്കുകയാണ്. അതിനിടയിൽ യുഎഇയിൽ നിന്നുള്ള സർവീസുകളും റദ്ദാക്കി. യുഎഇ വിമാന കമ്പനികളായ എമിറേറ്റ്സ്, എത്തിഹാദ് എയർവേസ്, എയർ അറേബ്യ എന്നിവയെല്ലാം യുഎഇ കുവൈറ്റ് വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇനി സുരക്ഷാ സാഹചര്യം നിരീക്ഷിച്ചും ആവശ്യമായ സമയക്രമങ്ങൾ ക്രമീകരിച്ചതിനും ശേഷമായിരിക്കും വിമാനയാത്ര പുനരാരംഭിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് യാത്രക്കാർ ഇത് കൃത്യമായി ശ്രദ്ധിക്കണമെന്നും വിവിധ എയർലൈൻസുകൾ അറിയിക്കുന്നുണ്ട്. അതായത് ഫ്ലൈറ്റിന്റെ സ്റ്റാറ്റസ് പരിശോധിച്ച് മാത്രം യാത്രയ്ക്ക് തയ്യാറെടുക്കുക. നിരവധി വിമാന കമ്പനികൾ സർവീസ് റദ്ദാക്കിയതോടെ യുഎഇയും കുവൈറ്റും തമ്മിലുള്ള വിമാനയാത്രയാണ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അത്യാവശ്യ യാത്രക്കാർക്ക് ബദൽ യാത്രാ ക്രമീകരണങ്ങൾ വിമാന കമ്പനികൾ ഒരുക്കുന്നുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് വിവിധ കമ്പനികൾ. വിവിധ കാരണങ്ങൾ കൊണ്ട് അബുദാബിക്കും കുവൈറ്റിനുമിടയിലുള്ള EY653, EY654 എന്നീ വിമാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. ജൂലൈ 21 ദുബായ് കുവൈറ്റ് വിമാനങ്ങളായ EK853, EK855, EK857, EK859 എന്നിവയും റദ്ദാക്കിയതായാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല EK854, EK856, EK858, EK860 തുടങ്ങിയ കുവൈറ്റിൽ നിന്ന് ദുബായിലേക്കുള്ള മടക്കയാത്രാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. ഷാർജ, അബുദാബി, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും റദ്ദാക്കിയതിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഫ്ലൈ ദുബായ് ഇന്ന് ഉച്ചയ്ക്ക് 3:35 സർവീസ് നടത്തി. പ്രവർത്തനപരമായ പ്രശ്നങ്ങൾ കാരണം ചില വിമാനങ്ങൾ വൈകിയിട്ടുണ്ട്. അതേസമയം വിമാന സർവീസുകളുടെ എണ്ണം വിവിധ സ്ഥലങ്ങളിൽ കുറവായതുകൊണ്ട് യാത്രക്കാർ കൃത്യമായി പരിശോധിച്ചു മാത്രം യാത്രയ്ക്ക് തയ്യാറെടുക്കുക എന്നാണ് വിമാന കമ്പനികളും ഉദ്യോഗസ്ഥരും അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.